ഈ കൂട്ടത്തിൽ നിന്ന് മാറി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ശ്രീമാൻ കെ.ടി. ജലീൽ. അദ്ദേഹം തന്റെ ശൈലിയിൽ പറയുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനിതര സാധാരണമായ സംഘടനാ പാഠവും സ്നേഹമസൃണമായ പെരുമാറ്റവുമാണ് ഈ തിളക്കമാർന്ന വിജയത്തിന് പിന്നിലെന്നാണ്. ഈ സ്ഥാപനം നടത്തുന്നവരുടെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഷേഖുന എ.പി. അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ അനന്യസാധാരണമായ നേതൃപാഠവും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമസൃണമായ പെരുമാറ്റവും ഈ സ്ഥാപനത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കി നിർത്തുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അള്ളാഹുവിന് തഖ്വ ചെയ്യേണ്ട പോലെ തഖ്വ ചെയ്താൽ, പടച്ചറപ്പിൽ പരമേൽപ്പിച്ചാൽ എല്ലാവരും അനുകൂലികളാക്കി മാറ്റുമെന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ പറഞ്ഞ വാക്ക് എന്റേതാണെങ്കിലും അതൊരു മറ്റൊരു ഭാഷയിൽ പറയുന്ന ശ്രീമാൻ പ്രേമചന്ദ്രനാണ്. ദീനുൽ ഇസ്ലാമിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. N.K. പ്രേമചന്ദ്രൻ, കേരള ജലവിഭവ മന്ത്രി. അങ്ങനെയുള്ള മാറ്റത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട പ്രേരക ശക്തി തീർച്ചയായും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഈ വിസ്മയമായ വികസന പ്രക്രിയയ്ക്ക് മുന്നിൽ, വളർച്ചയ്ക്ക് പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അഭിമന്യനായ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അവർ, ഇതൊരു അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് എന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം 29 വർഷക്കാലയളവിനുള്ളിൽ 1,00,000-ലധികം കുട്ടികൾ ഈ സാംസ്കാരിക സ്ഥാപനത്തിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും +1, +2 അതുപോലെ SSLC ഉൾപ്പെടെയുള്ള പരീക്ഷകൾ പാസ്സായി ക്യാമ്പസിൽ നിന്ന് പുറത്തുപോയി. ഒരു മതസ്ഥാപനത്തെക്കുറിച്ചും മതനേതാവിനെ കുറിച്ചും ഈ രീതിയിൽ രാഷ്ട്രീയ വീക്ഷണം പുലർത്തുന്ന ആളുകൾ വ്യത്യസ്തമായ വീക്ഷണഗതി പുലർത്തുമ്പോഴും അഭിപ്രായ സമന്വയം ഈ വിഷയത്തിൽ വരുമ്പോൾ, ഈ കഴിഞ്ഞ കാലത്ത് മുസ്ലിം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസ് എന്ന സ്ഥാപനത്തിലൂടെ നടത്തിയ പ്രവർത്തനത്തിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള അംഗീകാരമാണ് ഇത് എന്ന് ആളുകൾ അറിയിക്കലാണ് ഇതുപോലുള്ള നമ്മുടെ പരിപാടികൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്നല്ല, ഒരു കാലത്ത് തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട വള്ളിയും കുടുംബക്കാളിയെ പോലെ, കുതുബുസ്മാൻ മമ്പറം തങ്ങളെ പോലെ, മൗലാന ആലിമുസിയാരെ പോലെ, മൊളദ്ദവീല മമ്പറം തങ്ങളെ പോലെ അഭിമാനത്തോടുകൂടെ നിന്നിരുന്നുവെങ്കിൽ വിദഗ്ധക്കാരുടെ കടന്നുകയറ്റം കാരണം ഇടക്കാലത്ത് അതിന് മങ്ങലേറ്റിരുന്നു. ഇപ്പോൾ അതേ സമയത്ത് സുന്നി നവജാഗരണ വിപ്ലവത്തിന്റെ പടപ്പാട്ടുമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കടന്നു വന്നപ്പോൾ ആ പഴയകാല ചരിത്രം ആവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്ത് തലപ്പാവ് ധരിച്ച പണ്ഡിതൻ, അതൊരു മൊയ്ലിയാരി, അത് പോട്ടെ എന്ന് പറയും. ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പാതവ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിലോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലോ നാടിന്റെ പുരോഗതിയിലോ ഒരു പണ്ഡിതൻ ഇടപെട്ടാൽ തമാശയിലെങ്കിലും ചോദിക്കും, അല്ല മുസ്ലിയാരെ, പൂച്ചക്കെന്താ പൊന്നു തൂക്ക് നടത്തി, നിങ്ങൾക്കെന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥക്കും മാറ്റി തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനും ഈ യുഗത്തിൽ നിലയും തലയും ഉണ്ടാക്കിക്കൊടുത്തത്, ക്രെഡിറ്റ് ഉണ്ടാക്കിക്കൊടുത്തത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് എന്ന് പത്തപ്പിരിയം പറഞ്ഞാൽ നിങ്ങൾ പറയും അതവിടുന്ന് ഉണ്ട ചോറ് നന്ദി കാണിക്കാൻ, അയാളെ പണി എന്നതല്ലേ. എന്നാൽ ഞങ്ങളൊക്കെ ആദരവോടുകൂടെ കുഞ്ഞിപ്പൂ എന്ന് വിളിക്കുന്ന ദീർഘകാലം മഞ്ചേരി മണ്ഡലത്തിന് പിന്നെ പ്രതിനിധീകരിച്ചിരുന്ന മുസ്ലിം ലീഗിന്റെ MLA ബഹുമാന്യനായ ശ്രീമാൻ ഇസാഖ് ഊരിക്കോട് പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ തനിമയാർന്ന ശൈലിയിൽ അദ്ദേഹം ആ കാര്യം പറയട്ടെ. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മൂല്യര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിൽ മൗലിയാമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് തെറ്റില്ല സഹോദരന്മാരെ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൗലിയാമാരുണ്ടായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ?
84 തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഒരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആതുരാലയ ആശുപത്രി രംഗത്ത്, എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തകൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സമ്മേളനത്തിൽ കൂടുതൽ വിജയം അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളവന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇതൊരു വലിയ അത്ഭുതമാണ്. എന്റെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും അടിമുടി പഠിച്ചതിന് ശേഷം ആ പ്രവർത്തനത്തെ മുഴുവനും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് നായകന്മാർ. മർക്കസിന്റെ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 78 തറക്കല്ലിടുമ്പോൾ ലക്ഷങ്ങൾ എന്ന് പറയുമ്പോഴേ അത്ഭുതപ്പെട്ട ആളുകൾ കോടികളുടെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ. ഇത് മുസ്ലിയാക്കന്മാർ അത്ഭുതമെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഉത്തരവാദപ്പെട്ട നേതാക്കൾ പറഞ്ഞാലോ ഉമ്മൻചാണ്ടി പറയട്ടെ അത്ഭുതകരമാണ് എന്ന്. കഴിഞ്ഞ 29 വർഷക്കാലം ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്ഭുതകരമായ പ്രവർത്തനം എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ അവിടെ മർക്കസിന്റെ വളർച്ചയുയർച്ച നിൽക്കുന്നില്ല. അതിനിയും ഉയരുമെന്നും ഉയരട്ടെ എന്ന പ്രാർത്ഥനയുമാണ് ശ്രീമാൻ വയലാരവിയുടെ വക നൽകുന്നത്. അതും കൂടെ കേട്ടോളൂ. ഈ സ്ഥാപനം ഇതുപോലെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു ഉണ്ടാക്കുക മാത്രമല്ല, നിലനിർത്തിക്കൊണ്ട് പോകണം. ആ നിലനിർത്തുന്നത് കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനം, ആതുര ശുശ്രൂഷ തുടങ്ങി വെള്ളം, ശുദ്ധജലം എത്തിക്കുന്നത് വരെയുള്ള മഹത്തായ ദൈവകാരുണ്യ പ്രവൃത്തികൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന പാവങ്ങളെ രക്ഷിക്കുന്ന നടപടികൾ അത് നിലനിർത്തുക എന്നുള്ളത് തുടങ്ങുന്നതിനേക്കാൾ ശ്രമകരമായ ജോലിയാണ്. 29 വർഷമായി മുടങ്ങാതെ ഓരോ ദിവസവും ഓരോ ചുവട് വെച്ച് ഉയരുകയും വളരുകയും ചെയ്യുന്ന സ്ഥാപനമായി ആക്കി മർക്കസിനെ വളർത്തിയെടുത്ത കാന്തപുരം മുസ്ലിയാർ അവരുടെ ഞാൻ ആദ്യമായി അപ്പോ ശ്രീമാൻ വയലാരി പറഞ്ഞു ഇനിയും ഉയർന്നുകൊണ്ടിരിക്കുമെന്നാണ്. പക്ഷേ തെറ്റിദ്ധരിച്ചവരും തെറ്റിദ്ധരിക്കപ്പെട്ടവരുമായ ആളുകളിൽ നിന്ന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വാഭാവികമാണ്. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ റബ്ബിൽ തവക്കുലാക്കി നീങ്ങുകയും ആ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ, റബ്ബിന്റെ ദീനിനു വേണ്ടി അശാന്ത പരിശ്രമം പ്രവർത്തിക്കുമ്പോൾ, ശ്രമം നടത്തുമ്പോൾ റബ്ബ് ഒരുപാട് മാർഗങ്ങൾ തുറന്നു കൊടുക്കും. അതേ നല്ല ചങ്കൂറ്റത്തോടുകൂടെ കരുത്തുറ്റ അല്ലാഹുവിലുള്ള തവക്കുൽ കൊണ്ട്, വിശ്വാസം കൊണ്ട് ആ മുഴുവൻ എതിർപ്പുകളെയും തട്ടി തകർത്തുകൊണ്ടാണ് AP ഉസ്താദ് മുന്നേറുന്നത് എന്നും ഞാൻ പറയേണ്ടതില്ല. ഇത്രയും രംഗത്ത് വന്ന മുഴുവൻ ആളുകളിൽ നിന്ന് വ്യത്യസ്തനായി മാറി നിൽക്കുന്ന ശ്രീമാൻ മുരളി അദ്ദേഹമാണ് പറയുന്നത് ഈശ്വര വിശ്വാസത്തിന് ശക്തി കൊണ്ടാണ് എതിർപ്പുകൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് മുന്നേറിയത്. എനിക്ക് AP ഉസ്താദിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനും ജീവിതത്തിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ കറകളഞ്ഞ ഈശ്വര വിശ്വാസം കൊണ്ടും മറ്റ് സമൂഹത്തിലെ എല്ലാവരുമായിട്ടുള്ള സ്നേഹബന്ധം കൊണ്ടും എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയാം. കാരണം നിങ്ങൾ അഭിമാനപൂർവ്വമാണ് അദ്ദേഹം അത് പറയുന്നതെങ്കിൽ അത്യഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ഏത് പ്രതിസന്ധി ബലഘട്ടങ്ങളെയും നല്ല ചങ്കൂറ്റത്തോടുകൂടെ നേരിട്ട് റബ്ബിൽ തവക്കുലാക്കി നീങ്ങുന്നതിന്റെ ഫലമാണ് അൽഹംദുലില്ലാഹ് ലോക മുസ്ലിം പണ്ഡിത നിരയിൽ മുൻഭാഗത്ത് തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകളെ കാണുന്നത്. ലോകത്തറിയപ്പെടുന്ന വ്യക്തിത്വമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാറുന്നത് ഇത് കേവലം സഖാഫികളുടെ അവകാശവാദമല്ല, മറിച്ച് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാകുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ പുലരണമെങ്കിൽ അതിനു വേണ്ട ഒരു യോഗ്യതയുണ്ട്.
ആ യോഗ്യത ഏതാണ്? ഒരു നബി ഒരു നാട്ടിൽ വന്നാൽ ആ നാട്ടിൽ മുഴുവനും ചർച്ച ഔദ്യോഗികമായി ആ നബിയെ കുറിച്ചാണ്. നാലാള് കൂടുന്നിടത്തൊക്കെ, കല്യാണ പന്തലിൽ മാത്രമല്ല, മരണ വീടുകളിൽ മാത്രമല്ല, ചന്തയിലടക്കം എല്ലാ സ്ഥലത്തും രാഷ്ട്രീയ രംഗത്തടക്കം ചർച്ച ആ നബിമാരെ കുറിച്ചാണ്. ഈ കാര്യം പറഞ്ഞ ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ വ്യക്തിപരമായി ഹത്യ നടത്തുന്ന ഒരു വലിയ പ്രഭാഷകൻ ഉണ്ട്, മുജാഹിദ് ബാലുശ്ശേരി. അയാളെ പേര് തന്നെ മുജാഹിദാണ്, ആളും മുജാഹിദാണ്, പേരും മുജാഹിദാണ്. കഴിക്കുന്ന പൂളിക്ക് കൈപ്പങ്ങ ചാറ് എന്ന് പറഞ്ഞതുപോലെ ഇനി അതിനേക്കാൾ കടുത്തൊരു മുജാഹിദ് വരാനില്ല. ഹജ്ജിന് പങ്കെടുത്ത് 25 ലക്ഷത്തിൽ പോലും 5 ലക്ഷമേ മുസ്ലിമുള്ളൂ, ബാക്കിയൊക്കെ കാഫറാണ് എന്നും മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്നും പറഞ്ഞ ആ മൗലവിയുടെ നാവിൽ നിന്ന് പോലും വീണുപോയി. എന്തായിരുന്നാലും ആ പ്രവാചകന്മാർ അന്തരാവകാശികളായി തൗഹീദ് പ്രചരിപ്പിക്കുന്ന നമ്മെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും ആർക്കും അറിഞ്ഞുകൂടാ. അതേ സമയത്ത് വ്യക്തിപരമായി പബ്ലിസിറ്റി കൊണ്ട് കാന്തപുരത്തെ ഒരാൾ അറിയായിരിക്കാം, അയാളത് അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ നമ്മൾ അറിയാതെ അത് പിടിച്ചെടുത്തു, അറിഞ്ഞുകൊണ്ട് ക്ലിപ്പാക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ആന്റി ഗ്രൂപ്പിന്റെ നാവിൽ നിന്ന് പോലും റബ്ബിന്റെ തീരുമാനമാണ്. എന്തേ? അത് നാലാൾ അറിയിക്കണം. ബാലുശ്ശേരിയുടെ പ്രസംഗം തന്നെ കേട്ടോളൂ നിങ്ങൾ. വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച KC-യുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. ഈ പബ്ലിസിറ്റിയുടെ മലയാളമാണ് അറിയപ്പെടുക എന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അറിയപ്പെടുന്ന ആളാണ് എന്ന് ആന്റി ഗ്രൂപ്പിന്റെ ലോക്കൽ ലീഡറല്ല, ആ ലീഡറുടെ നാവിൽ നിന്ന് പോലും വന്നെങ്കിൽ എന്ത്? അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആ ഹദീസിനെ അനർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി. മതാചാരങ്ങളിൽ മാത്രമല്ല, പള്ളി മിഹ്റാബുകളിൽ മാത്രമല്ല, കിതാബോധിക്കുന്നിടത്ത് മാത്രമല്ല, അതേ സമയത്ത് മാനുഷിക പരിഗണനകൾ വെച്ചുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക, ജീവകാരുണ്യ, ആതുര ശുശ്രൂഷ മേഖലകളിലേക്ക് കാന്തപുരം ഉസ്താദ് ഇറങ്ങി വന്നു. കഴിഞ്ഞ കാലത്തെ പത്രത്താളുകൾ പരിശോധിച്ചാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ നോക്കൂ, ഉദാഹരണത്തിന് മാധ്യമം 13/9/2004 മാധ്യമം, ആ മാധ്യമത്തിലെ റിപ്പോർട്ട് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം കാന്തപുരം. ഇത് തവസ്സുലിസ്ത്യാഹിയുടെ പ്രസ്താവനയല്ല, കുത്തുബിയത്തിന്റെ പ്രസ്താവനയല്ല, മറിച്ച് ആലപ്പുഴ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP ബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങൾ അടക്കമുള്ള പിന്നോക്ക സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അങ്ങനെ മാധ്യമത്തിന്റെ ന്യൂസ് തുടരുകയാണ്. നോക്ക് നിങ്ങൾ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട്, മറ്റൊരു റിപ്പോർട്ട്, മാറാട് പ്രശ്നം കാന്തപുരം മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. അതെ, ഇവിടെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമുദായിക സംഘർഷങ്ങൾ ആ മേഖലയിലേക്ക് കടന്നു വന്ന് ഒരു പ്രവാചകാനന്തരാവകാശി എങ്ങനെ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ്. ഒന്നും രണ്ടും പ്രശ്നങ്ങളിലും മേഖലകളിലും മാത്രമല്ല, മറിച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ പുറത്തു ചെന്ന് കർണാടകയിൽ കണ്ടു നിങ്ങൾ. മാധ്യമം 26/2003 റിപ്പോർട്ട് ചെയ്തു. കാന്തപുരം SM കൃഷ്ണക്ക് നിവേദനം നൽകി. ബാംഗ്ലൂർ ജമിയത്തുൽ ഉലമാ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP ബക്കർ മുസ്ലിയാർ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയെ സന്ദർശിച്ച് 15 മിനിറ്റ് ചർച്ച നടത്തി. കർണാടകയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തീർന്നിട്ടില്ല, ഇത് തുടരുകയാണ്. ആ റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴേക്ക് ഒരുപാട് മണിക്കൂറുകൾ വേണ്ടി വരും.
മദ്രസകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കാൻ കാന്തപുരം നരേന്ദ്രമോദിയെ കണ്ടു. സമൂഹത്തിൽ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർ, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാകുന്നവർ ഏത് പാർട്ടിയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അങ്ങോട്ടേക്ക് ചെന്ന് ഈ പാവപ്പെട്ട സമൂഹത്തിന്റെ അവകാശങ്ങൾ വാങ്ങാൻ, അടിച്ചമർത്തപ്പെടുന്നവരെ ഉദിത്തെഴുന്നേൽപ്പ് നടത്താൻ, ബേക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ ഫോർവേഡ് കമ്മ്യൂണിറ്റിയാക്കി മാറ്റാൻ അവിടെ രാഷ്ട്രീയ പാർട്ടി കാന്തപുരം ഉസ്താദിന് പ്രശ്നമല്ല. അത് ഇൻഷാ അല്ലാഹ് BJP നേതാവിന്റെ പ്രസംഗം ഞാൻ ഇട്ടുതരുന്നുണ്ട്. അദ്ദേഹം തുറന്ന ഭാഷയിൽ ഇത് പറയുന്നു. പാർട്ടിയല്ല വിഷയം. സാധാരണ എന്റെ ശൈലിയിൽ പറഞ്ഞാൽ വരവുക്കാണ ഇടതന്നൗ വലതൻ, ചുവപ്പന്നൗ പച്ചൻ, ലെഫ്റ്റൻ ഔ റൈറ്റൻ, ഏതാണെങ്കിലും ശരി അവകാശങ്ങൾ വാങ്ങുന്നിടത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പാർട്ടി നോക്കാതെ പോവുകയാണ്. നോക്കിക്കോളിഞ്ഞ് മറ്റൊരു റിപ്പോർട്ട് മലയാള മനോരമ റിവായത്ത് ചെയ്തതാണ്. ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ. സുന്നി നേതാക്കൾ പ്രധാനമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിച്ചു. കോട്ടയം സുന്നി ജംഇയ്യത്തുൽ-ഉലമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സുന്നി നേതാക്കൾ ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി AB വാജ്പേയിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ ആശങ്ക അറിയിച്ചു. മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും ആഭ്യന്തരമന്ത്രിമാരെയും കാണേണ്ട സമയത്ത് കാണേണ്ടിടത്ത് പോയി കാന്തപുരം ഉസ്താദും മറ്റു പണ്ഡിതന്മാരും നേതൃത്വവും കാണുകയാണ്. മറ്റൊരു റിപ്പോർട്ടുണ്ട്. നിങ്ങൾ VP സിംഗുമായി കാന്തപുരം കൂടിക്കാഴ്ച നടത്തി. താഴത്ത് കാണുന്നത് നരസിംഹറാവുവിനോടൊപ്പം കാന്തപുരം ഉസ്താദ് ഇരിക്കുന്ന ഫോട്ടോ. ഒരു ഭാഗത്ത് ദർസ് നടത്തുന്നു, ഒരു ഭാഗത്ത് കിതാബുണ്ടാക്കുന്നു, ഒരു ഭാഗത്ത് തവസ്സുലും ഇസ്തിയാസയും സെലക്ഷൻ സമർപ്പിക്കുന്നു, യതീം മക്കളെ പോറ്റുന്നു, വാളുകൾ പറയുന്നു, പള്ളികൾക്ക് കുറ്റിയടിക്കുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ആഭ്യന്തരമന്ത്രിമാരെയും കാണുന്നു. പോരാ, ഇത് മുസ്ലിം സമുദായത്തിൽ മാത്രം അടങ്ങി പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് ഒറീസയില് ക്രൈസ്തവ നേതൃത്വത്തിനെതിരെയും ക്രൈസ്തവ നേതാക്കൾക്കെതിരെയുമൊക്കെ ഭീകരവാദികളും തീവ്രവാദികളും ഭൂരിപക്ഷ വർഗീയവാദികളും പ്രവർത്തനം നടത്തിയപ്പോൾ കാന്തപുരം ഉസ്താദ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. എന്തേ പറഞ്ഞതോ? വൈദികനെ വധിച്ചവരെ പിടികൂടണം കാന്തപുരം. ഒറീസയിൽ നടന്ന ക്രൈസ്തവ മതത്തിനെതിരെ നടന്ന കയ്യേറ്റത്തിനെതിരിൽ മാനസിക പരിഗണന വെച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് ശബ്ദിച്ചു. അത് കേവലം അതരവ്യായാമമല്ല, മർക്കസ് എന്ന് പറയുന്ന തന്റെ സ്ഥാപനത്തിലൂടെ ആ മതസൗഹാർദ്ദത്തിന്റെ തത്വം കാന്തപുരം ഉസ്താദ് പ്രാക്ടിക്കലാക്കി. ഒരു റിപ്പോർട്ട് നോക്കി നിങ്ങളോ. മർക്കസിനോടുള്ള കടപ്പാടിന് മുമ്പിൽ രാജേഷിന്റെ പിതാവ് വികാരഭരിതനായി. മർക്കസിൽ പഠിച്ചിരുന്ന അമുസ്ലിമായ രാകേഷ് എന്ന് പറയുന്ന ആ കുട്ടിയുമായി ബന്ധപ്പെട്ട പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങളിൽ ജാതിയും മതവും വർഗവും വർണ്ണവും മാറ്റിവെച്ച് മനുഷ്യസ്നേഹിയായ കാന്തപുരം ഉസ്താദ് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി ഈ രാജ്യത്തെ ഇതര മതസ്ഥർ കടന്നു വന്നു. ഇത് കാന്തപുരം ഉസ്താദ് സ്നേഹം അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ സ്നേഹം ഇങ്ങോട്ട് ലഭിച്ചു. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. രണ്ടാമത്തെ ദിവസം റിപ്പോർട്ട് വന്നു. പള്ളി നിർമ്മിക്കാൻ ക്ഷേത്ര കമ്മിറ്റി വക സിമന്റ് സംഭാവന. കൽപ്പറ്റയിൽ നിന്നാണ് റിപ്പോർട്ട്. അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കാനെത്തിയപ്പോൾ മതസൗഹാർദ്ദ രംഗത്ത് മാനുഷിക പ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കാന്തപുരം ഉസ്താദിനെ കാണാൻ അവിടെയുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ചുകൂടി. നമുക്കറിയാം, കണ്ണൂരിന്റെയും നാദാപുരത്തിന്റെയും പ്രദേശങ്ങൾ രാഷ്ട്രീയമായ ചൂട്ടിൽ കൊണ്ട് കലുഷമായ അന്തരീക്ഷത്തില് ശാസ്ത്രീയമായ സാങ്കേതികമായ വൈദഗ്ധ്യങ്ങൾ മാനസികമായ പുരോഗതിക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം മനുഷ്യ മനസ്സുകൾ അകന്നുകൊണ്ട് ഇവിടെ പല കോപ്പാട്ടിത്തരങ്ങളും കാണിച്ചപ്പോൾ കാന്തപുരം ഉസ്താദ് എന്ന മനുഷ്യ സ്നേഹി കേരളത്തിലെ ഒരറ്റത്തു നിന്ന് യാത്ര ആരംഭിച്ചു. മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കാൻ കാന്തപുരത്തിന്റെ കേരള യാത്ര. അതെ, മനുഷ്യന്റെ കേരളത്തിന്റെ മണ്ണും മനസ്സും കൽപ്പും കവർന്ന് കാന്തപുരം ഉസ്താദ് നടത്തിയ ആ സമാധാന യാത്ര, ആ യാത്ര ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി മറ്റൊരു ഭാഗത്ത് അവസാനിപ്പിച്ചപ്പോൾ
ധാരാളം പള്ളിയിലെ ഫാദർമാർ, ഒരുപാട് ക്ഷേത്രത്തിലെ പൂജാരിമാർ, ഒരുപാട് സന്യാസിമാർ, ഒരുപാട് മതത്തിന്റെ ആളുകൾ കാന്തപുരം ഉസ്താദിനെ കാത്ത് മണിക്കൂറുകളോളം നിന്നിരുന്നത് നമ്മളൊക്കെ ശരിക്കും ചിത്രത്തിലൂടെ കണ്ടതാണ്. പലരും ഉസ്താദിനെ പുകഴ്ത്തി പ്രസംഗിക്കുകയും ഈ കാലഘട്ടത്തിന്റെ വരദാനമാണ് കാന്തപുരമെന്ന് പ്രഭാഷണത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ സാഹിത്യ നായകന്മാർ കടന്നു വന്നിട്ടുണ്ട്. വീരേന്ദ്രകുമാറിനെ പോലെയുള്ള ചിന്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണയ്യരെ പോലെയുള്ള എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അച്ഛന്മാരും സന്യാസിമാരുമായി പലരും കടന്നു വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ പ്രഭാഷകർ പറഞ്ഞു, ശബരിമലയിലേക്ക് പോയാൽ നമുക്ക് ഈ സീസണിൽ കാണാൻ കഴിയുന്നത് 18-ാം പടി കയറി അങ്ങനെ അയ്യപ്പ ഭക്തന്മാർ നെയ്യഭിഷേകം നടത്തി അവിടെ ചെന്ന് ശരംഗത്തിൽ ശരമറിഞ്ഞ് അവർ കർമ്മം പൂർത്തിയാക്കി തിരിച്ചു പോരണമെങ്കിൽ 18-ാം പടി കയറുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ നല്ലവരായ അമുസ്ലിം സഹോദരങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. എന്താണത്? അവിടെ കിടക്കുന്ന വാവൽ സ്വാമി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന സംശുരണമൈക്യ ഉസ്താദിന്റെ ഭാഷ കടമെടുത്താൽ വരിയുള്ളാഹി വാവർ അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കാണിക്കയർപ്പിക്കണം. എന്നിട്ട് വേണം 18-ാം പടി കയറാൻ, എന്നിട്ട് വേണം ശരംഗത്തിന് ശരമറിയാൻ, എന്നിട്ട് വേണം അയ്യപ്പ ദർശനം നടത്താൻ. ഇത് പഴയ കാലത്ത് അയ്യപ്പനും ബാബരും തമ്മിലുള്ള മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണമാണ്. ഖുതുബുസ്സമാൻ മമ്പറം തങ്ങൾ ഉളൂ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ വെള്ളത്തിന്റെ പാത്രവുമായി വരുന്നത് ശ്രീമാൻ കോന്തുനായരായിരുന്നു. മങ്ങാട്ടച്ചൻ എന്ന് പറയുന്ന അമുസ്ലിം സഹോദരന്റെ സ്വന്തം സുഹൃത്ത് കുഞ്ഞാൻസിയാർ എന്ന തലപ്പാവ് ധരിച്ച പണ്ഡിതനായിരുന്നു. വലിയുള്ളാഹി ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യാധിപനായി സന്തോഷത്തോടെ ജോലി ചെയ്തത് പൂർണ്ണയ എന്ന മുസ്ലിമായിരുന്നു. കോഴിക്കോട് ഭരിച്ച സാമൂതിരി രാജാക്കന്മാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അരിക്കച്ചവടത്തിന് വേണ്ടി കൊച്ചിയിലേക്ക് എത്തിയ കന്നിപ്പറാക്ക ധരിച്ച, അരപ്പട്ട ധരിച്ച, കള്ളിത്തുണിയെടുത്ത, വട്ടത്തല കെട്ടുകെട്ടിയ, വട്ടത്താടി വെച്ച മരക്കാർ കുടുംബത്തിലായിരുന്നു. ഗാന്ധിജി നമുക്കറിയാം മരുന്ന് പുരട്ടി ആഴ്ചയോളം വിശ്രമിച്ചിരുന്നത് മൗലാന മുഹമ്മദ് അലിയുടെ വീട്ടിലായിരുന്നു. പഴയകാല മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണങ്ങള്, അതെ, ആ പഴയകാല പാരസ്പര്യത്തിലേക്ക് നവതലമുറയെ തിരിച്ചു കൊണ്ടുപോകാൻ കാന്തപുരം ഉസ്താദ് നടത്തിയ ആ വൻ വിപ്ലവം അത് വിജയിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കാന്തപുരം ഉസ്താദ് നടത്തുന്ന അതില് പള്ളിക്കമ്മിറ്റിക്ക് ആവശ്യമായ സിമന്റുമായി പരിസരത്തുള്ള ക്ഷേത്ര സമിതിയുടെ ആളുകൾ കടന്നു വരുന്നത്. അല്ലുലമാഉ വറസത്തുൽ അംബിയാ, അവിടെയാണ് ഹദീസിൽ നാം പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും. തീർന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഔദ്യോഗിക ശബ്ദം മുസ്ലിം കോൺഫറൻസുകളിൽ പല സ്ഥലത്തും കാന്തപുരം ഉസ്താദ് എത്തിച്ചു. നമുക്കറിയാം, ഇവിടെ ചില വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് യുദ്ധത്തടവുകാരെ പാകിസ്ഥാനിൽ പീഡിപ്പിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ കാന്തപുരം ഉസ്താദ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. യുദ്ധത്തടവുകാരെ പീഡിപ്പിച്ചതിന് പാകിസ്ഥാൻ മാപ്പ് പറയണം. കാന്തപുരം ഏതെങ്കിലും ഒരു മേഖല ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് ഒരിക്കലും തന്നെ മാഞ്ഞു പോകുന്നില്ല. മറിച്ച് ഏതൊക്കെ മേഖലകൾ ആവശ്യമാണോ എല്ലാ മേഖലയിലേക്ക് കടന്നു വന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം പോരാ. ജീവകാരുണ്യ മേഖലയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതാകട്ടെ, ഏത് മതസ്ഥരുടേതാകട്ടെ, മനുഷ്യത്വത്തിനാണ് വില. പച്ചയായ കരുള്ള മുഴുവനും കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകർ അല്ലേ? പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട പെണ്ണ് നിസ്കരിക്കുന്ന നല്ലവളായിരുന്നിട്ടും നരകത്തിൽ പോയെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകരാണ്. ശരിക്കും ഒരു മണ്ണ് കപ്പിയിട്ട്, നനഞ്ഞ മണ്ണ് കപ്പിയിട്ട് ദാഹിച്ചുകൊണ്ട് വിഷമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണ്, ആ പെണ്ണ് ശരിക്കും വ്യഭിചാരിണിയായിരുന്നിട്ടും പുറത്തു കൊടുത്തു ദോഷങ്ങൾ പഠിപ്പിച്ച പ്രവാചകർ. ആ പ്രവാചകരുടെ ആദർശ ആശയ പ്രചാരണ പ്രബോധന പ്രവർത്തനം നടത്തുന്ന കാന്തപുരം ഉസ്താദ് മാനസികമായി പരിഗണന നൽകി. അങ്ങനെയാണ് ഹാർട്ട് പേഷ്യന്റുകൾക്കും മറ്റുമൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി മലയാള മനോരമ ഫണ്ട് സ്വരൂപിക്കുന്നു എന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോൾ ഒട്ടും ശങ്കിച്ചു നിന്നില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുഅ്മിനീങ്ങളെ കയ്യിൽ പിരിവെടുത്തുകൊണ്ട് ആ ഫണ്ടിലേക്ക് സഹായസ്വമായി എത്തി. മലയാള മനോരമ 2/11/99 റിപ്പോർട്ട് ചെയ്തു. 1,00,000 കാന്തപുരം. അതെ,
ചിലർക്കൊക്കെ അന്ന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വ്യക്തമായും അത് ബോധ്യപ്പെട്ടു. കഴിയുമ്പോഴേക്കാണ് ഒറീസയിൽ നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതൃഭൂമി നിധി ശേഖരിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അത് ഞങ്ങളുടെ സംഘടന ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച് സംഘടനാ സങ്കുചിത്വത്തോടുകൂടെ നിന്നില്ല. മറിച്ച് തന്നെ കൊണ്ട് കഴിയുന്ന സഹായം മാതൃഭൂമിയിലും കൊടുത്തു. ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തു മാതൃഭൂമി പത്രത്തില്, ഒറീസ ദുരിതാശ്വാസം മാതൃഭൂമിയുമായി സഹകരിക്കണം കാന്തപുരം ഉസ്താദ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അവിടെ കൊടുക്കുന്ന സഹായം, ഇങ്ങനെ നിരവധി മേഖലകളിൽ, ഒന്നും രണ്ടും മേഖലകളിലല്ല, എല്ലാ സ്ഥലത്തും ചെന്നോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശക്തമായ ഇടപെടലുകൾ, ആവശ്യമായിടത്ത് ആവശ്യമായ താക്കീതുകൾ, ആവശ്യമായിടത്ത് ആവശ്യമായ പ്രഖ്യാപനങ്ങൾ എല്ലാ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയപ്പോൾ പലരും പതുക്കെ പറഞ്ഞു, ആധികാരിക മുസ്ലിം കേരളത്തിന്റെ ശബ്ദം അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. മുസ്ലിങ്ങളെ കുറിച്ച് വല്ലതും പറയാൻ, ആധികാരികമായി പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന് മാത്രമാണ് എന്ന് ഞാൻ പറയും. നിങ്ങൾ സക്കാഫികൾ അങ്ങനെ പറയാതിരിക്കുവോ? 8-9 കൊല്ലം മർക്കസിൽ നിന്ന് ഭക്ഷണം കഴിച്ച്, 1 കൊല്ലം മർക്കസിന്റെ കീഴിൽ ഡൽഹിയിലും പോയി ഭക്ഷണം കഴിച്ച് ഉണ്ട ചോറ് നന്ദി കാണിക്കണ്ടേ? എന്നാൽ PTA റഹീം MLA അദ്ദേഹം മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥിയല്ലല്ലോ. അദ്ദേഹം തുറന്നു പറയുന്നു, ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതൻ കാന്തപുരം ഉസ്താദ് എന്ന് മാത്രമല്ല, ആധികാരികമായി മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ വല്ലതും പറയണമെങ്കിൽ അതിന് അർഹതപ്പെട്ട നേതാവാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. 35 വളരെ ചെറിയ ഒരു നിലയിൽ നിന്ന്, ഒരു ദർസിൽ നിന്ന് വളർന്നു വന്ന് സമൂഹത്തിന്റെ ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ, എല്ലാവിധ പ്രശ്നങ്ങളിലും ഒരു വാക്ക് പറയാനുള്ള അർഹത അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മർക്കസിൽ ചെന്നാൽ അതിന് ഒരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ കാണാൻ സാധിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ആണ് വസ്തുത. വേറെ ആർക്കും ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല. കണ്ടോ, ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ മർക്കസിൽ ചെന്നാൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് സമയ സന്ദർഭം അനുകൂലമാണെങ്കിൽ ആ ഭാഗത്തേക്കും ഞാൻ കടന്നു വരും. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച വല്ല വാക്കും പറയാനുള്ള ആധികാരികത കാന്തപുരം ഉസ്താദ് നേടിയെടുത്തത് കൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദ് മർക്കസിലേക്ക് വിളിച്ചാൽ വരാത്ത നേതാക്കളില്ല, രാഷ്ട്രീയ നായകരില്ല, സാംസ്കാരിക പ്രവർത്തകരില്ല. ഇല്ലെന്ന് മാത്രമല്ല, ചിലരൊക്കെ വന്നിട്ട് തുറന്ന് പറയുകയും ചെയ്തു, ഇത്രയും ഒരു വലിയ നേതാവ് ക്ഷണിച്ചിട്ട് എങ്ങനെ വരാതിരിക്കാൻ കഴിയും? തിരക്ക് കാരണം വരാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഉസ്താദ് വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല എന്നല്ല, അഥവാ വന്നിട്ടില്ലെങ്കിൽ വിവരം അറിയും, അതുകൊണ്ടാണ് വന്നത് എന്ന് PJ കുര്യൻ സാർ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിലൊന്നെന്ന് പറഞ്ഞോട്ടെ. അബൂബക്കർ മുസ്ലിയാരുടെ ക്ഷണം അത് നിരാകരിക്കാൻ കേരളത്തിലെ ഒരു നേതാവിനും കഴിയുമെന്ന് തോന്നുന്നില്ല. അഥവാ നിരാകരിച്ചാൽ അവർ വിവരം അറിയും. അപ്പോൾ പിന്നെ ഈ പാവപ്പെട്ട എനിക്ക് കഴിയുമോ? അതൊരു വർത്തമാനമാണ്. എഴുതി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തിയ വൈജ്ഞാനിക, സാംസ്കാരിക, ആത്മീയ, സുന്നി നവജാഗരണ വിപ്ലവ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ റിസൾട്ടുകളാണ്, അതിന്റെ പോസിറ്റീവായ മേഖലകളാണ് ഇതര മതസ്ഥരും ഇതര സംഘടനയിലെ പ്രവർത്തകരും തുറന്ന് പങ്കുവെക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർക്ക് അശേഷം അഹങ്കാരമില്ല.
അല്ലെങ്കിൽ പരിഹാസമില്ല. മറിച്ച് തെറ്റിദ്ധരിച്ച പലരും ധാരണകൾ തിരുത്തി ഇങ്ങോട്ട് വരുന്ന സമയത്തും അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സുസ്മേര വദനനായി പരമാവധി ഒഴിഞ്ഞു മാറാനാണ് ഉസ്താദിന്റെ ശ്രമം. നമുക്കറിയാം, ആകെ 8 4 12 1 6 13 മെമ്പർമാർ മാത്രമുള്ള ജമാഅത്തെ ഇസ്ലാമി ഇമ്പാച്ചി കാട്ടി പേടിപ്പിച്ചിരുന്നു. ഇവിടെ ഞങ്ങളുടെ പിന്തുണയാണ് പലർത്തും ജയിച്ചത്, ഞങ്ങളാണ് പലരെയും തോൽപ്പിച്ചത് എന്നൊക്കെ വിടുവായിത്തം പലരും പറഞ്ഞിരുന്നു. പക്ഷേ സ്വാഭാവികമായും അന്ന് തന്നെ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, ഇത് രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പാണ്. ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക ഗവൺമെന്റ് എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ जनाधिपत्य व्यवस्था अंगीकरिकाद उसूल जमहूरी पर बनी है, इसलिए उनकी रुकनीयत हराम है और उनके लिए वोट देना भी हराम है. ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനനായകന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മെമ്പറാവലും വോട്ട് ചെയ്യലും ഹറാമാണ് എന്ന് പറഞ്ഞ അതേ പാർട്ടി ഇപ്പോൾ വന്നപ്പോൾ വോട്ട് ദേനാബി അനിവാര്യം ഹേ, ഇപ്പോൾ അത്യാവശ്യമാണ് എന്നിടത്തേക്ക് എത്തി. നമ്മുടെ ആലിമീങ്ങൾ 40 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടതും വലതും മുന്നണികൾ സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ധൈര്യസമേതം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്ന് പലയിടത്തും. വികസന മുന്നണി എന്ന് പേരുണ്ടെങ്കിലും മൗനജാഥ സിന്ദാബാദ് എന്ന് വിളിച്ചതുപോലെ തനിച്ചായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ശരി, അവസാനം തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയപ്പെട്ടപ്പോൾ മാധ്യമം പത്രത്തിൽ ഔദ്യോഗിക ശബ്ദം അബ്ദുറഹ്മാൻ പേരുവെക്കാത്ത ലേഖനത്തിൽ എഴുതി, ജമാഅത്തെ ഇസ്ലാമി എവിടെയും മത്സരിച്ചിട്ടില്ല, എവിടെയും മത്സരിച്ചിട്ടില്ല, പിന്നെ ചെറിയ സമ്മതം കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ആ ലേഖനം എഴുതിയ ഖണ്ഡിക അവസാനിപ്പിച്ച് അടുത്ത ഖണ്ഡിക ഇപ്പുറത്ത് തുടങ്ങുമ്പോഴേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ലെങ്കിലും മുജാഹിദ് 2 ഗ്രൂപ്പും സുന്നി 2 ഗ്രൂപ്പും ഇടതും വലതും എല്ലാവരും കൂടെ ഞങ്ങളെ എതിർത്താൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി തോൽക്കാതിരിക്കുവോ? മത്സരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ തോൽക്കുന്നത്? മുമ്പൊരുത്തൻ കല്യാണത്തിന് ആളുകളൊക്കെ വിളിച്ച് 11:30 മണിയായപ്പോഴേക്ക് ചോറ് തീർന്നുപോയി. വന്ന ആളുകൾ ബാക്കിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അരി പോലെ സ്റ്റോക്കില്ല. അപ്പൊ ഒരു മാന്യം എന്ന് ചോദിച്ചു, എന്ത് പണിയാണോ ഈ ചെയ്തത്? എന്റെ ഭക്ഷണം തീർന്നുപോയല്ലോ. ഈ വിദ്വാൻ പറഞ്ഞു പോലും, ഞാൻ ക്ഷണിച്ചവരെല്ലാവരും കൂടെ കല്യാണത്തിന് വന്നാൽ ഞാൻ എന്താ ചെയ്യാം? പിന്നെ എന്തിനാണ് ക്ഷണിച്ചത്? ഈ തമാശ പോലെയാണ് ജമാഅത്തെ പറ്റി തോന്നിയതും. അത് ഞാൻ കൂടുതൽ പറയല്ല. ആ വിഷയം മാത്രം ഇലക്ഷന്റെ പിറ്റേ ദിവസം അവരുടെ രാഷ്ട്രീയ നയവൈകല്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അവരുടെ സ്റ്റേറ്റ് അമീറിന്റെ നാട്ടിൽ വിനീതനായി ഞാൻ ക്ലിപ്പ് സഹിതം പ്രസംഗിച്ച CD അടുത്ത ആഴ്ചയിൽ ഇറങ്ങാനുണ്ട്, വാങ്ങിയിട്ട് കേൾക്കുക. അതിന്റെ ഇടയിൽ ചെറിയ കാര്യം കൂടെ, ഇതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ഉള്ളിലൂടെ നാശപ്പെടുത്തുന്ന ജീവികളാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം. നല്ല താടിയും തലപ്പാവും ചുണ്ടിൽ പുഞ്ചിരിയും അറാഖിന്റെ കുറ്റിയും കസ്കസും മുന്തിരിയും ഒക്കെയായി ജനങ്ങൾ നന്നാക്കാൻ വേണ്ടി 40 ദിവസത്തിന് ജമാഅത്തിന് പോകുന്ന ആളുകൾ പലരും കള്ളുകുടിയന്മാർ പെണ്ണുപിടിയന്മാരെ നന്നാക്കുന്നു എന്ന വ്യാജേന വിശ്വാസം തകർന്ന് നരകത്തിന്റെ ആളുകളായിട്ട് മാറാറുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ച സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു നല്ല ഉത്ബോധനം 10-20 ജില്ലാ ക്ലിപ്പിങ്ങുകളോടുകൂടെ തന്നെ വിനീതരായ എന്റെ സ്ഥാപനം നിൽക്കുന്ന കാരക്കുന്ന് അൽഫലാഹ് അതിന്റെ പരിസരത്ത് ഇവരെ ശല്യമൽപ്പം വന്നപ്പോൾ അവിടെ നടത്തിയ വലിയ പരിപാടി, അതിന്റെ CD ഏതാനും കോപ്പികൾ ഇവിടെ ഒരുപക്ഷെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അതിന്റെ വില കൊടുക്കണമെന്നില്ല. സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് ഇറക്കിയത് കൊണ്ട് 70 റുപ്യയിൽ കുറയാത്ത സംഭാവന എന്തെങ്കിലും കൊടുത്ത് 3 CD-കളുള്ള ആ CD കൈപ്പറ്റി അത് കേൾക്കണമെന്ന് ഇടയിൽ വെച്ചിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളൊക്കെ ധാരണ തിരുത്തി പലരും വരുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് നമ്മൾ അവകാശപ്പെടാറില്ല. പരമാവധി ഒഴിയാറാണ് ഉസ്താദിന്റെ പതിവ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ 8 മമ്മൂഞ്ഞിയുടെ പതിവെടുക്കാറില്ല. ഒരു ചെറിയ ഉദാഹരണം, മഞ്ചേരി ഇലക്ഷന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദുമായി മനോരമ ന്യൂസിന്റെ ആളുകൾ നടത്തിയ ഒരു ചെറിയ സംഭാഷണത്തിന്റെ ചെറിയ ഭാഗം നിങ്ങൾ കേൾക്കാം. വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിന്റെ പ്രത്യേകിച്ച് അഖിലേന്ത്യാ അധ്യക്ഷനായ കേന്ദ്രമന്ത്രിയായ E. അഹമ്മദ് അങ്ങയുടെ സ്ഥാപനത്തിന്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മർക്കസിലെത്തി. അപ്പോൾ ഇതിൽ നിന്ന് പൊതുസമൂഹം കരുതുന്നത് അല്ലെങ്കിൽ മാധ്യമ സമൂഹം കരുതുന്നത് താങ്കൾക്ക് ലീഗിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിൽ അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുന്നു എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് അത് വിശദമാക്കാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ നേരെ വിപരീതമാണ് സത്യം. ഞങ്ങളുടെ സമ്മേളനത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇതിനു മുമ്പും എല്ലാ രാഷ്ട്രീയ വിഭാഗവും വന്നിട്ടുണ്ട്.
കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നയത്തിൽ മാറ്റം വരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മഞ്ചേരിയിലെ ടി.കെ. ഹംസയുടെ വിജയത്തിന് സഹായകമായ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അങ്ങ് നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു സുന്നി വിഭാഗം അവർക്ക് കൃത്യമായ പിന്തുണ നൽകി CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എന്നുള്ളത് കൊണ്ടാണ്. അത് ശരിയാണ്. അതിന്റെ മുമ്പ് പാരമ്പര്യമായി വിജയിച്ചു വന്നിരുന്ന പാർട്ടികളുടെ നയവൈകല്യം ആണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ആ നയവൈകല്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൂടാ എന്ന് ഞങ്ങളുടെ ആളുകൾ തീരുമാനിച്ചതും ശരി തന്നെയാണ്. താങ്കളുടെ വിഭാഗത്തിന്റെ ഒരു ശക്തി കൂടിയായി, സ്വാധീനം കൂടിയായിട്ട് അതിന് വ്യാഖ്യാനിച്ചൂടെ? ഞങ്ങളുടെ വിഭാഗത്തിന്റെ ശക്തി വളരെ വ്യക്തമായി അതിലെല്ലാം പ്രകടമായിട്ടുണ്ട് എന്നതിൽ സംശയം ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഇവിടെ സുശക്തമാണ്, വളരെ ഭദ്രമാണ്. അവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലെല്ലാം ഒരു നയവും നിർദ്ദേശവും. അതാണ് ഒരു നേതാവിന്റെ കഴിവ്. പറയേണ്ടതൊക്കെ പറയുക, എന്നാൽ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് ബോധ്യപ്പെടുത്തുക. പക്ഷേ അനാവശ്യമായി വികാരത്തള്ളിച്ചയോടുകൂടെ വിവേകത്തിന് വികാരം വഴിമാറിക്കൊടുക്കുന്ന അന്തരീക്ഷം ഒഴിവാക്കിയെടുക്കുക. നിങ്ങൾ തീർന്നിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ അഹമ്മദ് MP അദ്ദേഹം നടത്തിയ വികാരോദ്ദേശകമായ പ്രഖ്യാപനം പൂന്നൂര് പള്ളിയുൽഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അക്കാര്യം വെട്ടിത്തുറന്ന് പറയും. ഞാനൊരു പ്രസ്ഥാനത്തിലാണ്. എന്റെ പ്രസ്ഥാനം അന്നും ഇന്നും വീണ്ടും ചരിത്രപരമായ ദൗത്യമായി മുസ്ലിം ഐക്യം ഏറ്റെടുത്തൊരു പ്രസ്ഥാനമാണ്. ഈ മുസ്ലിം ഐക്യത്തിന് ഈ ആദർശവും ഈ മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. അതാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുശിഷ്ടനായ അമരക്കാരൻ കേരള മുസ്ലിം കേരള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ സർവ്വഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ഐക്യം നമ്മുടെ ഐക്യമാണ്. മുസ്ലിമിന്റെ യോജിപ്പ് നമ്മുടെ യോജിപ്പാണ്. മുസ്ലിമിന്റെ ഒത്തൊരുമ നമ്മുടെ ഒത്തൊരുമയാണ് എന്ന വികാരത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അല്ലാഹുവിനോട് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി അല്ലാഹുവിന്റെ നാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്താർക്കും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ ഓമനപുത്രനും നിർദ്ദിഷ്ടമായ ഡോക്ടർ ഹക്കീം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ വോട്ടിൽ കണ്ണിട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന മലക്കം മറിച്ചല്ലേ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടാകും. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വോട്ട് ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു വിഭാഗമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ, BJPയുടെ ആളുകൾ. അതവർ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് പരസ്പരത്തും. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെ നിസ്വാർത്ഥ സേവനങ്ങളും മർക്കസിന്റെ പ്രവർത്തനങ്ങളും സുന്നി കേരളത്തിന്റെ ഇത്രയും ചലനങ്ങളുമൊക്കെ വ്യക്തമായി നിരീക്ഷിച്ച് പരീക്ഷിച്ചറിഞ്ഞതിൽ നിന്ന് BJP നേതാക്കന്മാർ പോലും പറയുന്നത് കാന്തപുരത്തിന് തുല്യമായ നേതാവ് മറ്റില്ല എന്നാണ്. ആ കാന്തപുരം ഉസ്താദിന്റെ ആത്മീയ വശങ്ങളെ സ്വാംശീകരിക്കല് ഞങ്ങളുടെ ആഗ്രഹമാണ് എന്നാണ്. ആ കാര്യം വെട്ടിത്തുറന്ന് പറയുന്നത് ശ്രീധരൻ പിള്ള എന്ന BJPയുടെ ഔദ്യോഗിക നേതാവാണ്. അദ്ദേഹം തന്നെ കാര്യം എന്ന് പറയട്ടെ. 18. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അടുപ്പം ചിന്തിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹവുമായി അടുപ്പമായി. ആ അടുപ്പത്തില് ഞാൻ പ്രതിക്കൂട്ടിലായ ഒരാളാണ്. ഞാൻ പ്രതിക്കൂട്ടം അദ്ദേഹം ചെയ്ത കുറ്റം കൊണ്ടല്ല, പല സുഹൃത്തുക്കളും എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പം ഒരു വലിയ സന്തോഷമുണ്ട്. ഈ മാർച്ച് 1-ാം തീയതിക്ക് ശേഷം ഷാനവാസിന്റെ പുറകെ എനിക്ക് ഇരിക്കുന്നുണ്ടാവും. ഈ മാസം 1-ാം തീയതിക്ക് ശേഷം, ഫെബ്രുവരി മാസം 1-ാം തീയതിക്ക് ശേഷം എനിക്കൊരു സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരു 12 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു വലിയ തെറ്റ് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. കാന്തപുരം അദ്ദേഹം ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മധ്യപ്രദേശ് ജയിച്ചു കിട്ടിയ ഒരു MP, മലയാളിയായ MP-യെ കണ്ടു. സ്വാഭാവികമായിട്ട് അദ്ദേഹം എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹത്തിന്റെ കേന്ദ്രം സന്ദർശിക്കാൻ ക്ഷണിക്കും. അവിടെ ക്ഷണിച്ചു. പെട്ടെന്ന് ഞാനൊന്ന് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു പോകണോ. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പോലെ പണ്ഡിതം വിളിക്കുമ്പം നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല, തെറ്റിദ്ധാരണകൾ നീക്കണം,
രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞാനും ആ MPയും ഇതിനിടെ കേന്ദ്രമന്ത്രിയായി കാന്തപുരത്തിന്റെ അടുത്ത് പോയി, ആ സ്ഥാപനത്തിൽ പോയി. ഞങ്ങൾക്ക് അദ്ദേഹം വന്ന് തന്നത് ഓരോ ഗ്ലാസ് ചായ, പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ്, എന്തോ ഒരു കാര്യം കൊണ്ട് എത്തിയും കുറെ കുട്ടികളെയും കാണിച്ചു. തിരിച്ചു വന്ന പിറ്റേ ദിവസം ഒരു മഹാനായ പണ്ഡിതൻ, അതിന്റെ പേര് പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, നാട്ടിക മുസ്ലിയാർ, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇതാ ഫാസിസ്റ്റുകളെ കാന്തപുരം സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് എത്തിങ്ങളുടെ പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ പണം വാങ്ങിയ ആളുകളായി. അത് പിന്നെ കോടി വരെ എത്തി. ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ പല പരിപാടിക്കും നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സ്വീകരണ പരിപാടി ആയതുകൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ, 10-15 കൊല്ലം കഴിഞ്ഞല്ലോ. ഇതല്ലാതെ അദ്ദേഹം ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത് സംശുദ്ധമായ നിലക്ക് പോകുന്ന ആളായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഒരു വലിയ വിവാദമുണ്ടായി. ഞാൻ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനയുടെ പരിപാടികളും കോഴിക്കോട് ക്ഷണിക്കപ്പെടുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പരിപാടി പോകുന്നത് എല്ലാത്തിനും വിളിക്കാറുണ്ട്, പോകാറുമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ കൂടെ ഞാനൊന്ന് കൂട്ടി. ആദ്യകാലത്ത് ഞാൻ അവിടെ നമ്മുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എൻ്റെ കൂടെ ആരും വരാറുണ്ടായിരുന്നില്ല. ഇപ്പൊ അവരെല്ലാവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന് ഈ വേദി ഞാൻ പങ്കെടുക്കുകയാണ്. അങ്ങനെ വന്ന ആ തെറ്റ് തിരുത്താനൊരു അവസരം ഇപ്പം ലഭിച്ചു. കാരണം അന്നവിടെ പോയി കണ്ടു, സൗഹാർദ്ദം പങ്കിട്ടു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. രാഷ്ട്രീയമല്ല. അതുകൊണ്ട് ഒരു വലിയ പണ്ഡിതനെ, ആദരിക്കത്തക്ക ഒരു പണ്ഡിതനോട് അദ്ദേഹത്തിന്റെ ആത്മീയ അംശത്തെ കഴിയുമെങ്കിൽ സ്വാംശീകരിക്കുക. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുമായി വേദി പങ്കിട്ട് കഴിഞ്ഞാൽ അതൊക്കെ അനിസ്ലാമികമാണെന്ന് 12 കൊല്ലം പ്രഖ്യാപിച്ച, എന്റെയൊക്കെ പേരിൽ അന്ന് ആക്ഷേപം ഉന്നയിച്ച ആളുകള് ഈ മാർച്ച് മാസം 1-ാം തീയതി അവരുടെ സമ്മേളനത്തിലേക്ക് എന്നെ വിളിക്കുകയും അവിടെ കോഴിക്കോട്ട് കടപ്പുറത്ത് പോയി എനിക്ക് സംസാരിക്കാനും അവരെ അഭിസംബോധന ചെയ്യാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി നടന്ന സമ്മേളനത്തിൽ ഞാനും കോൺഗ്രസിന്റെ പ്രതിനിധികളും ഒക്കെ തന്നെ ഒന്നിച്ച് പങ്കെടുത്ത് ഒരവസരമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരും കാരണം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളാകാതെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് സാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ആ ശ്രമത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് ഏറ്റവും സുപ്രധാനമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ആ പങ്ക് അദ്ദേഹം നിർവഹിക്കുന്നു. ആ ശ്രമത്തിൽ അദ്ദേഹവുമായി പരിമിതമായ മേഖലകളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആ നിലക്ക് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. തീവ്രവാദത്തിനെതിരെ ആദ്യമായി ശരിക്കും നയനിലപാടുകൾ രൂപീകരിച്ചതും പ്രഖ്യാപനം നടത്തിയതും ബഹുമാനപ്പെട്ട കാന്തപുരസ്തമാത് ആണ് എന്ന് വ്യക്തമായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. എനിക്ക് കാന്തപുരത്തോടുള്ള മറ്റൊരു യോജിപ്പ്, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് കേരളത്തിൽ തീവ്രവാദത്തോട് ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി തീവ്രവാദം അപകടകരമാണ്, ഈ ചെറുപ്പക്കാരുടെ പോക്ക് അപകടകരമാണെന്ന് തുറന്നു പറയാൻ അവസരം ലഭിച്ച, തുറന്നാദ്യമായി പറഞ്ഞ പണ്ഡിതനായും ഞാൻ ശ്രീ കാന്തപുരത്തെ കാണുകയാണ്. പല തവണ അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ട്. എല്ലാം പരസ്യമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ മറ്റാളുകളും ഒക്കെ തന്നെ പല കോളേജുകളും, അന്ന് ഞങ്ങൾ അനുവദിച്ചു കൊടുത്ത പാണ്ടിക്കാട് കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജുകളും, ആ കോളേജുകളിലൊക്കെ അതിന്റെ ആളുകളും വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ കള്ളുഷാപ്പിൽ പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നവരാണെങ്കിൽ കാന്തപുരം നട്ടനം നിവർത്തി വന്നിട്ടുണ്ട്. ആ സവിശേഷതയും ഞാൻ പറയുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആദരവും, അദ്ദേഹത്തിന് സർവശക്തനായ ദൈവം. അപ്പോ കാന്തപുരം ഉസ്താദിന് 2 മുഖങ്ങളില്ല. രാത്രിയും പകലും പറയാനുള്ളത്, സ്റ്റേജിലും പേജിലും പറയാനുള്ളത്, പ്രവൃത്തിയിലും വാക്കിയിലുമുള്ളത് ഒന്ന് മാത്രമാണ് എന്ന് ശത്രുക്കൾ പോലും, അല്ലെങ്കിൽ സംഘടനയുടെ പുറത്തുള്ള ആളുകൾ പോലും വ്യക്തമായി സമ്മതിക്കുന്ന നമ്മളിവിടെ കാണുന്നത്. നോക്കൂ നിങ്ങൾ, എന്തിനേറെ പറയണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ, അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിലെ സംഘടനയുടെ ശൈലിയെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം പറയുന്നത്, ഒരു ബഹുമത സമൂഹത്തിന് എങ്ങനെയാണ് മതപ്രവർത്തനം നടത്തേണ്ടത് എന്ന് പഠിപ്പിച്ച നേതാവാണ് കാന്തപുരം. അദ്ദേഹം തന്നെ പറയട്ടെ എന്നുകൂടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത്, ഒരു ബഹുമത സമൂഹത്തിൽ
ഇസ്ലാം, മുസ്ലിം അതെങ്ങനെ പ്രവർത്തിക്കണം, അതെങ്ങനെ സമുദായത്തിന് ഗുണകരമാകണമെന്നറിയാവുന്ന ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കരുത്തനായ മുസ്ലിം നേതാവായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ഇത് പറയുന്നത് SESകാരല്ല, SSFകാരല്ല, മറിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളിലും ഔദ്യോഗികമായ ചടങ്ങുകളിലും തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാർക്ക് കടന്നു വരാൻ നേരത്തെ ഇസ്ഹാഖ് ഗുരുക്കൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മൂല്യാരി പോട്ടെ എന്ന് പറഞ്ഞ ഈ അവസ്ഥ മാറ്റുണ്ടാകുമ്പോൾ അതിന്റെ ഫ്രണ്ട് നിരയിൽ മുഖ്യമന്ത്രിയും ഷിഹാബുദങ്ങളും വകുപ്പ് മന്ത്രിയുമൊക്കെ ഇരിക്കുമ്പോൾ MP-മാരെയും MLA-മാരെയും ഒക്കെ പുറകിലാക്കി ഫ്രണ്ടിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. പക്ഷേ ആ സദസ്സിനും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞു. മണ്ണുവാരിയാൽ പൊന്നാകുമെന്നതുപോലെ അല്ലാഹുത്തആല കൊടുത്ത ബറക്കത്ത് കൊണ്ട് ഏതൊരു സദസ്സിൽ ചെന്നാലും അവിടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് കഴിയുകയാണ്. കരിപ്പൂർ ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനത്തിലും ഉണ്ടാക്കിയതിന്റെ മദ്ഹ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. പക്ഷേ കുറവുള്ളത് നോക്കി പരിഹരിക്കാൻ ആരും മെനക്കെട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ചിന്തിച്ചത് എന്റെ വക ഇവിടെ എന്ത് സേവനം ചെയ്യാൻ കഴിയുമെന്നാണ്. ഉസ്താദിന് ബോധ്യപ്പെട്ടു. ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷെ അങ്ങോട്ടേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ ഭൂമി വേണം. ആ ഭൂമി കാശ് കൊടുത്തു വാങ്ങി അതിന്റെ ആധാരമായിരുന്നു കാന്തപുരം ഉസ്താദ് ഏൽപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രവർത്തനം കണ്ടപ്പോ ചിലരൊക്കെ പറഞ്ഞു കാന്തപുരം കൈ നെയ്യിട്ടേടം വാരിപ്പോയി. അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. പക്ഷേ മനുഷ്യത്വമുള്ള ആളുകൾ ആ സദസ്സിൽ വെച്ച് തന്നെ പറഞ്ഞു കാര്യം എന്തായാലും കാന്തപുരം ഉസ്താദിന്റെ ഒരു പ്രവർത്തനം പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനത്തിനെ ശ്ലാഘിക്കുന്നു. ആ രംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം സമയക്കുറവ് കൊണ്ട് നമുക്ക് കാണാം. ഇതാ സ്വപ്നസുന്ദരമായ ആയിരങ്ങളുടെ സാക്ഷിയാക്കിക്കൊണ്ട് കേരളത്തിന്റെ ആധുനികനായ മുഖ്യമന്ത്രി ശ്രീ ES അച്യുതാനന്ദൻ ചെയ്യുകയാണ്. അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയുടെ പ്രവേശന കവാടത്തിൽ തനിച്ചുപിടിക്കുന്ന ആളുകൾ വേദിയുടെ ഇടതുഭാഗത്ത് ഒഴിവുള്ള ഭാഗങ്ങളിലേക്ക് നിന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ഗംഭീരമായ പ്രധാന പഞ്ചവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും നിസ്സംഗത പാലിക്കണമെന്ന് വളരെ വിനീതമായി അതിന്റെ ആധാരം ബഹുമാനപ്പെട്ട ഹജ്ജ് മന്ത്രി അവരെ ഏൽപ്പിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം, ഒരാളെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹജ്ജ് ഹൗസിന് കുറച്ച് ഒരു കാർ പാർക്കിംഗ് ഇല്ലെങ്കിൽ ഈ ഹജ്ജ് ഹൗസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പൂർണ്ണ പ്രയോജനമുണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി ശ്രമിച്ച് അത് പൂർത്തീകരിച്ച ഉസ്താദ് AP അബൂബക്കർ മൗലവിയെ ഞാൻ അഭിനന്ദിക്കാൻ, അനുമോദിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മളൊക്കെ ചെയ്യേണ്ടതും ചെയ്യുന്നതിന് പിന്തുണ കൊടുക്കേണ്ടതും കാര്യമായി നാം കുറ്റങ്ങളും കുറവുകളും കാണുന്നതിന് പകരം നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ അതിനൊക്കെ പിന്തുണ കൊടുക്കുമ്പോൾ ഇസ്ഹാഖ് ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെ ആ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നമ്മെ തേടിയെത്തുമെന്ന് മാത്രമല്ല ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകളെ പുകഴ്ത്താനും വാഴ്ത്താനും ഒക്കെ ഇന്ന് മത്സരബുദ്ധിയോടെയാണ് എല്ലാവരും രംഗത്ത് വരുന്നത് എന്ന് ഞാനല്ല സീമാൻ സിറിയക് ജോൺ പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ എതിർത്തിരുന്നവർ പോലും ഇന്നിപ്പോ നഖശികാന്ത എതിർത്തിരുന്നവർ തന്നെ ഇന്നിപ്പോ AP ഉസ്താദിനെ പ്രകീർത്തിക്കുന്നതിനുള്ള മത്സരത്തിലാണ്. തീർച്ചയായിട്ടും അത് സന്തോഷകരമാണ്. ആ ആദ്യാവസാനം ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോ അത് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോ ആ കാലഘട്ടം ഓരോന്നോരോന്നായി ഇങ്ങനെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ഇവിടെ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം അത് ആദ്യ കാലഘട്ടങ്ങളിൽ അതിനോട് വളരെ ഒരു നിന്നാസൂചിതമായി സമീപിച്ചിരുന്നവർ ഇന്നിപ്പോ ആ സ്ഥാപനമാണ് ഏറ്റവും മഹത്തരം എന്ന് അംഗീകരിക്കുകയും അവരുടെ അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു എന്തെങ്കിലും നിലയിലുള്ള ഒരു കടാക്ഷം കിട്ടാൻ പോലും അവർ മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം തീർച്ചയായിട്ടും
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് എനിക്കുണ്ടായിരുന്ന ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ ചാരുതാർത്ഥ്യജനകമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മർക്കസിനും ആ മർക്കസിന് എല്ലാ തരത്തിലും നേതൃത്വം നൽകുന്ന ഭൗതികമായിട്ടായാലും ആത്മീയമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും എല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന AP ഉസ്താദിന് ഇനിയും ഒരുപാട് കാലത്തേക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ, അതിലൂടെ നമ്മുടെ സമൂഹത്തിന് നല്ല നല്ല സംഭാവനകൾ അർപ്പിക്കാൻ സാധിക്കുമാറാവട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം അപ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വാനോളം പുകഴ്ത്തുന്ന രംഗത്ത് മത്സരിക്കുകയാണെന്ന് എല്ലാ ആളുകളും. ഇതൊക്കെ ഞാൻ കേരളത്തിലെ നേതാക്കളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനത്തിന്റെ മണ്ഡലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മറിച്ച് കാശ്മീരിന്റെ തെരുവോരങ്ങളിലൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയ ജൈത്രയാത്രയുടെ കഥകൾ ഇൻഷാ അല്ലാഹ് അതിന്റെ തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മലായിക്കത്തിനെ വിളിച്ചുകൊണ്ട് അംഗീകാരത്തിന് കഥ പറയും. മലായിക്കത്ത് അംഗീകരിക്കുമ്പോൾ ആകാശലോകത്ത് മുഴുക്കയും അംഗീകാരം ലഭിക്കും. ആ അത്തരം ആളുകൾക്ക് ഭൂമിയിലും അംഗീകാരം ലഭിക്കും. വലിയ പദവിയിലേക്ക് ഉയരുന്നതിന്റെ കാഴ്ച കേരളവും തമിഴ്നാടും കർണാടകയും കാശ്മീരും ഗുജറാത്തും അതേപോലെ ഒറീസയും ഹരിയാനയും കൊൽക്കത്തയും കടന്ന് ഇന്ത്യയുടെ അതിർത്തികൾ ഭേദിച്ച് അറേബ്യൻ രാഷ്ട്രങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു ചെറിയ കുറിപ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് യാസീൻ അൽ ഫാദാനി, അദ്ദേഹം അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഗൾഫ് പത്രത്തിന്റെ പത്രാധിപരാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ ഒരു ചെറിയ വാചകം: ഇമാറാത്തിലെത്തിയ കാന്തപുരം അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു അറബി സഹോദരനെ എന്നോടൊപ്പം സന്ദർശിച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ്. യാസീനുൽ ഫാദാനി എന്ന അൽ ഇത്തിഹാദ് എന്ന പത്രത്തിന്റെ പത്രാധിപരാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ യുവാവ് മയക്കത്തിലായിരുന്നു. അറബിയായ രോഗം ബാധിച്ച യുവാവ്. വീട്ടുകാർ കാന്തപുരത്തോട് യുവാവിന്റെ രോഗശമനത്തിനായി പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെട്ടു. കാന്തപുരം കുറെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി രോഗിയുടെ ശരീരത്തിൽ ഊതി. ഇവിടെ അറബികളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലാറില്ല എന്നും അറബികൾ വന്നാൽ കൈവത്താൻ കൊടുക്കാറില്ലെന്നും അറബികളെ കാണുമ്പോഴേക്ക് മൗലൂദ് കിതാബ് പൂട്ടിവെക്കുമെന്നൊക്കെ വീടുവായിത്തം പറയുന്നവരുണ്ട്. അറബിയാണ് അനുഭവം പറയുന്നത്. കാന്തപുരം കുറെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി രോഗിയുടെ ശരീരത്തിൽ ഊതി. എന്തെല്ലാം ദിക്റുകളും സ്വലാത്തുകളുമാണ് അദ്ദേഹം ചൊല്ലിയത് എന്ന് എനിക്കറിയില്ല. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുഖമില്ലാതെ കടന്നിരുന്ന യുവാവ് എഴുന്നേറ്റിരുന്നു. അസഖ്യമായ തന്റെ വയർവേദന സുഖപ്പെട്ടുവെന്നും വയറ്റിൽ നിന്ന് ഒരു ആണി എടുത്തു മാറ്റിയതുപോലെ തോന്നിയെന്നും ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു. ഇദ്ദേഹം ഇന്നും ഇമാറാത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഷേഖ് യാസീനുൽ ഫാദാനിയാണ് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുന്നത്. ഇത് വരമൊഴിയാ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. ഗോൾഡൻ ജൂബിലി കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷങ്ങളെ സാക്ഷി നിർത്തി മർക്കസ് സഖാവത്ത് സുന്നിയാക്ക് തറക്കല്ല് വാങ്ങിയ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അലവി മാലിക്കി മക്ക അല്ലാഹു എത്തിക്കൊടുക്കുമാറാകട്ടെ. പല തവണ ക്ഷണിച്ചപ്പോഴും മുത്ത് റസൂലുള്ളാഹിനെ സമ്മതം കിട്ടാത്തത് കൊണ്ട് വരാൻ മടിച്ച അദ്ദേഹം അവസാനം ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ വാക്കുണ്ട്: ഷെയ്ഖ് അബൂബക്കർ ഖദ് അജാസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയൻശാരിക ഫീ ഹഫ്ലതികും. നിങ്ങളുടെ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ മുത്തനബി എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട്ടേക്ക് വന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി മക്ക മഹാനഗറുകൾ ജനലക്ഷങ്ങൾ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു. താജുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ബുഖാരി കുടുംബത്തിൽപ്പെട്ട ആളാണ്. എന്റെ
പിതാവിന്റെ ശിഷ്യനാ. പിന്നെ പറഞ്ഞു കാന്തപുരം. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഇമാമുമാരെയാണ്. ഒരു ഭാഗത്ത് ദർശനം നടത്തി മതപരമായ പ്രവർത്തനം നടത്തുമ്പോൾ മറുഭാഗത്ത് സാമൂഹ്യ, സാംസ്കാരിക, വൈജ്ഞാനിക, രാഷ്ട്രീയ മേഖലകൾ കൂടി ധന്യമാക്കുന്ന ആ ഇമാമുമാരുടെ പ്രവർത്തനമാണ് കാന്തപുരം നടത്തുന്നത് എന്നും ആ കാന്തപുരത്തിന് പിന്തുണക്കണമെന്നും അറേബ്യൻ രാഷ്ട്രത്തിൽ നിന്ന് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വന്ന അറബികള് അവർ പറഞ്ഞതിന്റെ ഒരു ചെറിയ ഭാഗം കേട്ടോളൂ നിങ്ങൾ. അതുല്യനായ ആത്മീയ തേജസ് വാദി ഹസനിലെ ദിനരാത്രികളെ അവിസ്മരണീയമാക്കിയ മഹാമനീഷി, ഗോൾഡൻ ജൂബിലിക്ക് കാലത്തിന്റെ സുവർണ കയ്യൊപ്പ് ചാർത്തിയ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കിയുടെ പ്രഭാഷണം. من نعم الله الكبرى عليكم وجود العلماء المتمسكين بالسنة، الدعاة الهداة إلى الله، وجودهم بينكم، وعلى رأسهم هؤلاء العلماء، ومنهم هذا الشيخ تاج العلماء الشيخ عبد الرحمن البخاري. ومن عجب أن البخاري في مليبار، فإن العادة أن البخاري في بخارى، ولكن من عجائب هذه الرحلة أن رأينا البخاري في مليباري. وهو هذا الشيخ من تلاميذ والدي السيد علوي بن عباس المالكي، قرأ عليه في مكة المكرمة صحيح مسلم قبل 40 أو 45 سنة. ومن العلماء الذين الله أكرمكم بهم أخونا في الله وهو المجاهد في سبيل الله هذا الشيخ الجليل الشيخ أبو بكر ابن أحمد الباقوي، وهو رجل رأينا من جهاده ونشاطه وخدمته للدين ما ذكرنا بعهد الأئمة السابقين من السلف الصالحين رضي الله عنهم أجمعين، وغيرهم كثير لا أحفظ أسماءهم، لكن هم معروفون في هذا المكان، قاموا بجهودهم ونشاطهم وخدمتهم للدين وتدريسهم للطلاب وتعليمهم للمتعلمين وبذل همتهم وقوتهم ونشاطهم في ذلك. هذا كله من نعم الله الكبرى عليكم، فالحمد لله على ذلك. മഹാന്മാരായ ഉലമാക്കളുടെ വ്യവസ്ഥാപിതമായ മതപ്രചാരണ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ മഹത്തായ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ കേരളക്കരയിൽ നവോത്ഥാനത്തിന്റെ ഈ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അതിയോഗ്യരായ പണ്ഡിതന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന താജുൽ ഉലമ ബഹുമാന്യരായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ബുഖാരി എന്നത് എങ്ങനെ കേരളത്തിൽ ബുഖാറയിലാണ്? ബുഖാരിയും ബുഖാറയും രാഷ്ട്രങ്ങൾക്കപ്പുറമാണ്. ആ നാമത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ, ഹദീസിലെ വലിയ പണ്ഡിതനായ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരിയുടെ നാമമുള്ള അതിയോഗ്യനായ ഒരു പണ്ഡിതനെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കാൻ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മാത്രവുമല്ല, ബഹുമാന്യരായ അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്നവരുടെ അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹം എന്റെ പിതാവിന്റെ അടുക്കൽ സഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥം 40 വർഷങ്ങൾക്ക് മുൻപ് മസ്ജിദുൽ ഹറാമിൽ വെച്ച് പഠിക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പിതാവ് മസ്ജിദുൽ ഹറാമിലെ മുദരിസും മുഫ്തിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സാമീപ്യവും അനുഗ്രഹവും വാങ്ങിയ വ്യക്തിയാണ് ഈ ഇരിക്കുന്ന മഹാനായ താജുൽ ഉലമ അവർകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വം കേരളത്തിലെ എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. മാത്രവുമല്ല, ഇതാ അതിയോഗ്യനായ, സംസാരിക്കാനും കാണാനുമെല്ലാം ചന്തമുള്ള ബഹുവന്യരായ നിങ്ങളുടെ ഗുരു, എന്റെ സുഹൃത്ത് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ്. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അഇമ്മത്തുകളുടെ കാലമാണ്. ഇമാമുകൾ ഒരു ഭാഗത്ത് അവർ ഗ്രന്ഥം ഓതിക്കൊടുക്കുന്നു, അതേ സമയത്ത് തന്നെ സാമൂഹ്യ നവോത്ഥാന സംരംഭങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നു.
രാഷ്ട്രത്തിലെ ജനങ്ങളെ വ്യവസ്ഥാപിതമായി സഹകരിപ്പിച്ച് പ്രവർത്തിക്കുന്നു. മുസ്ലിമീങ്ങളെയും അല്ലാത്തവരെയും അവരെല്ലാവരെയും പ്രതിബദ്ധതയുള്ളവരായി വളർത്തിക്കൊണ്ടുപോകുന്നു. ഈ കഴിവുകളെല്ലാമുള്ള ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രത്യേകമായി ഷെയ്ഖ് അബൂബക്കറിനെ എണ്ണി പറയുകയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് പൂർവ്വകാലത്തുള്ള ഇമാമുകളെയാണ് ഓർമ്മയിൽ